പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അവളുടെ അമ്മായിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായി ഇരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രമസ്ഥലം അന്വേഷിക്കേണ്ടതല്ലയോ? ഹല്ലേലൂയ. രൂത്തിനോട് നവോമി പറയുന്ന ഈ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. രൂത്ത് ദൈവസഭയുടെ നിഴലെങ്കിൽ നവോമി പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതത്രേ. പ്രിയരെ, ഇന്ന് പകൽക്കാലവും സഭയെ, നമ്മെ ഓരോരുത്തരെയും കർത്താവ് എത്ര നന്നായി കരുതുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നന്നായിട്ടറിയാവുന്ന കർത്താവ്, നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ആവശ്യത്തെ നന്നായിട്ടറിയാവുന്ന കർത്താവ് നമുക്ക് വേണ്ടി വിശ്രമസ്ഥലം ഒരുക്കുന്ന ദൈവമത്രേ, നമ്മെ നന്നായി കരുതുന്ന ദൈവമത്രേ. പാട്ടുകാരൻ പറയുന്നത് പോലെ, എന്നെ നന്നായിട്ടറിയും, എന്നെ നന്നായിട്ട് പുലർത്തും. ഇന്ന് പകൽക്കാലവും എത്ര പേർക്ക് ധൈര്യത്തോടു കൂടെ പറയാൻ സാധിക്കും, ഞാൻ നന്നായിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്നെ നന്നായി നടത്തുന്ന ദൈവം എൻ്റെ കർത്താവാ. ഹല്ലേലൂയ. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ, അവൻ ഇന്നും മതിയായ ദൈവമാ. ഇവിടെ നവോമി ചോദിക്കുന്നു, മകളെ, നിൻ്റെ ഭാവിയെക്കുറിച്ച് നീ നന്നായിട്ടിരിക്കുവാൻ എനിക്കൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നിനക്കൊരു വിശ്രമസ്ഥലം ഞാൻ കരുതും. നിനക്ക് നന്നായിട്ടിരുന്ന് നിൻ്റെ ജീവിതം നന്നായി നടക്കുവാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. നീ ഒരുപക്ഷേ മോവാബ് ദേശത്ത് കഷ്ടപ്പെട്ട് കാണും. ഇതാ ഈ വരുന്ന വഴിയിൽ നീ കഷ്ടപ്പെട്ട് കാണും. നീ ഹല്ലേലൂയ എൻ്റെ പിന്നാലെ ഹല്ലേലൂയ എന്നെ അനുസരിച്ച് കീഴ്പ്പെട്ട് നടക്കുന്നത് കൊണ്ട് നിന്നെക്കുറിച്ച് കരുതുന്നത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നവോമി പറഞ്ഞായിരുന്നു, ഹല്ലേലൂയ, രൂത്തേ, നീ നിൻ്റെ ദേശത്ത് പോവുക, എന്നെ വിട്ടുപോവുക എന്ന് പറഞ്ഞപ്പോൾ വിട്ടുപിരിയാതെ നവോമിയുടെ കൂടെ രൂത്ത് നടന്നു. ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, നീ പരിശുദ്ധാത്മാവിനെ വിട്ടുപിരിയാതെ ഇരിക്കുമെങ്കിൽ, നിൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാക്കി മാറ്റുമെങ്കിൽ, നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ, പ്രിയരെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് നിങ്ങൾ കരുതുന്നതിനെക്കാട്ടിലും വലുതായി ദൈവം കരുതുവാൻ മതിയായവനത്രേ. നോക്ക്, നവോമി അല്ല പറഞ്ഞത്, എനിക്ക് ഒരു വിശ്രമ സ്ഥലം വേണം, എനിക്കൊരു ഭാവി വേണം, എൻ്റെ കാര്യങ്ങൾ നന്നായി നടക്കണമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് ഹല്ലേലൂയ ഇതാ നവോമി വിളിച്ചു പറയുന്നു, രൂത്തിന് വേണ്ടി നല്ല ഭാവി കരുതുവാൻ, രൂത്തിന് വേണ്ടി നല്ല നാളെ കരുതുവാൻ നവോമിയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഇന്ന് രാവിലെ സമയത്തും എന്നെക്കുറിച്ച് നന്നായിട്ടറിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ നന്നായി കരുതുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പല പ്രാവശ്യവും പറയുന്നത്, നിങ്ങൾ നന്നായിട്ടിരിക്കണം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. നിങ്ങൾ നന്നായിട്ടിരിക്കുക, നിങ്ങളുടെ കുടുംബം നന്നായിട്ടിരിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയാണ്. ആവർത്തനം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിട്ടിരിക്കാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളിച്ചതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോട് അനുസരിച്ച് നടക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളെ നിങ്ങൾ ജാഗ്രതയോട് അനുസരിച്ച് നടന്നാൽ നിങ്ങളെ നന്നായിട്ട് ദൈവം നടത്തും, നിങ്ങൾ വർദ്ധിക്കും, നിങ്ങളൊരു അനുഗ്രഹമായി തീരും. നോക്ക്, ഇവിടെ നവോമിയുടെ വാക്ക് കേട്ട് രൂത്ത് നടന്നതുപോലെ ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമോ? നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണോ? നിശ്ചയമായി നിങ്ങളെ നന്നായിട്ട് നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ. നിങ്ങൾ ദേശത്ത് നന്നായിട്ടിരിക്കും. നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത ദേശത്ത് നിങ്ങളെ പോറ്റി പുലർത്തും. പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കും. ദൈവത്തിൻ്റെ എത്ര വലിയ പ്രോമിസാ ദൈവം തരുന്നത്. ഇന്ന് രാവിലെയും അനുസരിപ്പാൻ തയ്യാറാണോ? അനുസരിക്കുന്നവരെ മാനിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസ്തന. കീഴ്പ്പെട്ടിരിക്കുന്നവരെ, വാക്ക് കേട്ട് ചലിക്കുന്നവരെ, വാക്ക് കേട്ട് പ്രതികരിക്കുന്നവരെ കർത്താവ് മാനിക്കും. അല്ലെങ്കിൽ വീണ്ടും ആവർത്തന പുസ്തകം അതേ അധ്യായം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ടിരിക്കേണ്ടതിനും നിങ്ങളുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത നല്ല ദേശം
കൈവശമാക്കേണ്ടതിനും നോക്ക്, കൈവശമാക്കുക. ദൈവം തന്ന നന്മകളെ, ദൈവം തന്ന വാഗ്ദത്തങ്ങളെ നിങ്ങൾ കൈവശമാക്കി നിങ്ങൾക്ക് നന്നായിട്ടിരിക്കുവാൻ വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതമായതൊക്കെ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ പ്രവൃത്തിക്കകത്ത് നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങളെ മാനിക്കുന്ന ദൈവമുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ, കർത്താവിൻ്റെ കൽപ്പനകൾക്കൊരു വില കൊടുക്കാൻ, കർത്താവിൻ്റെ വാക്ക് കേട്ട് ചലിപ്പാൻ നാം തയ്യാറെങ്കിൽ ഹല്ലേലൂയ നമ്മെ മാനിക്കും. രൂത്ത് ഹല്ലേലൂയ നവോമി പറഞ്ഞ ഓരോ കാര്യവും അനുസരിച്ചു. അവൾക്ക് കൊടുത്ത ഓരോ ഗൈഡ് ലൈൻസും ഓരോ ഹല്ലേലൂയ കാര്യങ്ങളെയും അവൾ ഹല്ലേലൂയ അനുസരിച്ചു. പിറുപിറുക്കാതെ അതിനുവേണ്ടി തയ്യാറായപ്പോൾ, അത് ചെയ്യാൻ തയ്യാറായപ്പോൾ അവിടെ ഭാവി ഏറ്റവും അനുഗ്രഹമായി തീർന്നു. ശാപഗ്രസ്തയായ ഒരു മോവാബിയ സ്ത്രീ ഹല്ലേലൂയ ഇതാ യേശു കർത്താവിൻ്റെ വംശാവലി പട്ടികയ്ക്കകത്ത് കയറിപ്പറ്റി. എങ്ങനെയാണ് സംഭവിച്ചത്? അനുസരണം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചത്, പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലൂടെ നടക്കുന്നത്. ഇന്ന് രാവിലെയും ഈ ഒരു ഉപമയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. അതാ അനുസരിപ്പാൻ തയ്യാറാണോ? നിശ്ചയമായി നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. തിരുവചനത്തിൽ വീണ്ടും പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ നന്നായിരിക്കാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുമോ? നിങ്ങളുടെ ഹല്ലേലൂയ ആത്മീക ഹല്ലേലൂയ നേതാക്കന്മാരെ, ഗുരുക്കന്മാരെ, ഹല്ലേലൂയ പിതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കുമോ? നിശ്ചയമായി നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങളെ ദൈവം നടത്തിത്തരും. നിങ്ങളുടെ ഭാവി കർത്താവാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കുന്നത് കർത്താവാണ്. അവനാ നന്നായി പുലർത്തുന്നത്. അവൻ എന്നെ നന്നായി അറിഞ്ഞ് നന്നായി നടത്തുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് നന്നായി പരിപാലിക്കട്ടെ, നന്നായി നടത്തട്ടെ. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.